എന്താണ് ഈസ്റ്റിങ്സ്, എന്താണ് നോർത്തിങ്സ്? തെക്ക് വടക്ക് ദിശകളെ യോജിപ്പിച്ചുകൊണ്ട് പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ട് വരയ്ക്കുന്ന രേഖകളാണ് ഈസ്റ്റിങ്സ്. ഒന്നുകൂടെ, തെക്ക് വടക്ക് ദിശകളെ യോജിപ്പിച്ചുകൊണ്ട് പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ട് വരയ്ക്കുന്ന രേഖകളാണ് ഈസ്റ്റിങ്സ്. കിഴക്കോട്ട് പോകുന്തോറും ഈസ്റ്റിങ്സിന്റെ മൂല്യം കൂടുന്നു. കിഴക്കോട്ട് പോകുന്തോറും ഈസ്റ്റിങ്സിന്റെ മൂല്യം കൂടുന്നു. അപ്പോൾ എന്താണ് നോർത്തിങ്സ്? കിഴക്ക് പടിഞ്ഞാറ് ദിശകളെ യോജിപ്പിച്ചുകൊണ്ട് തെക്ക് നിന്നും വടക്കോട്ട് വരയ്ക്കുന്ന രേഖകളാണ് നോർത്തിങ്സ്. ഒന്നുകൂടെ, കിഴക്ക് പടിഞ്ഞാറ് ദിശകളെ യോജിപ്പിച്ചുകൊണ്ട് തെക്ക് നിന്നും വടക്കോട്ട് വരയ്ക്കുന്ന രേഖകളാണ് നോർത്തിങ്സ്. വടക്കോട്ട് പോകുന്തോറും നോർത്തിങ്സിന്റെ മൂല്യം കൂടുന്നു. ഈസ്റ്റിങ്സും നോർത്തിങ്സും ചേരുമ്പോഴുണ്ടാകുന്ന ജാലികകളാണ് ഗ്രിഡ് റഫറൻസ്. ഒന്നുകൂടെ, ഈസ്റ്റിങ്സും നോർത്തിങ്സും ചേരുമ്പോഴുണ്ടാകുന്ന ജാലികകളെ ഗ്രിഡ് റഫറൻസ് എന്ന് പറയുന്നു. താങ്ക് യു. എന്താണ് ഈസ്റ്റിങ്സ്, എന്താണ് നോർത്തിങ്സ്? തെക്ക് വടക്ക് ദിശകളെ യോജിപ്പിച്ചുകൊണ്ട് പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ട് വരയ്ക്കുന്ന രേഖകളാണ് ഈസ്റ്റിങ്സ്. ഒന്നുകൂടെ, തെക്ക് വടക്ക് ദിശകളെ യോജിപ്പിച്ചുകൊണ്ട് പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ട് വരയ്ക്കുന്ന രേഖകളാണ് ഈസ്റ്റിങ്സ്. കിഴക്കോട്ട് പോകുന്തോറും ഈസ്റ്റിങ്സിന്റെ മൂല്യം കൂടുന്നു. കിഴക്കോട്ട് പോകുന്തോറും ഈസ്റ്റിങ്സിന്റെ മൂല്യം കൂടുന്നു. അപ്പോൾ എന്താണ് നോർത്തിങ്സ്? കിഴക്ക് പടിഞ്ഞാറ് ദിശകളെ യോജിപ്പിച്ചുകൊണ്ട് തെക്ക് നിന്നും വടക്കോട്ട് വരയ്ക്കുന്ന രേഖകളാണ് നോർത്തിങ്സ്. ഒന്നുകൂടെ, കിഴക്ക് പടിഞ്ഞാറ് ദിശകളെ യോജിപ്പിച്ചുകൊണ്ട് തെക്ക് നിന്നും വടക്കോട്ട് വരയ്ക്കുന്ന രേഖകളാണ് നോർത്തിങ്സ്. വടക്കോട്ട് പോകുന്തോറും നോർത്തിങ്സിന്റെ മൂല്യം കൂടുന്നു. ഈസ്റ്റിങ്സും നോർത്തിങ്സും ചേരുമ്പോഴുണ്ടാകുന്ന ജാലികകളാണ് ഗ്രിഡ് റഫറൻസ്. ഒന്നുകൂടെ, ഈസ്റ്റിങ്സും നോർത്തിങ്സും ചേരുമ്പോഴുണ്ടാകുന്ന ജാലികകളെ ഗ്രിഡ് റഫറൻസ് എന്ന് പറയുന്നു. താങ്ക് യു.